നമസ്കാരം. പ്രവാസി ലോകത്തെ പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി ആരംഭിക്കുന്നു പ്രവാസി സർവ്വവാർത്ത. ഗൾഫിൽ കോവിഡ് മൂലം മരിക്കുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. 100-ലേറെ മലയാളികളാണ് ഇതിനകം ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത്. UAE-യിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചിരിക്കുന്നത്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രത്യേക വിമാന സർവീസിന്റെ 3ാം ഘട്ട ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. മെയ് 26-നും 27-നുമുള്ള വിമാനങ്ങളുടെ വിവരമാണ് പുറത്തുവിട്ടത്. കേരളത്തിലേക്ക് 9 വിമാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ പറക്കുക. ഗർഭിണികൾ, വയോജനങ്ങൾ, ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികൾ, സന്ദർശക വിസയിൽ വന്ന് കുടുങ്ങിയവർ തുടങ്ങിയവർക്കായിരിക്കും ഈ വിമാനങ്ങളിലും ആദ്യ പരിഗണന. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ച ചെറിയ പെരുന്നാൾ. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ തീരുമാനമെടുത്തത്. അതേസമയം ഒമാനിൽ ഇന്ന് മാസപ്പിറവി ദൃശ്യമാവുകയാണ് എങ്കിൽ ഞായറാഴ്ചയായിരിക്കും പെരുന്നാൾ. മാസപ്പിറവി ദൃശ്യമായില്ല എങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും ഒമാനിൽ പെരുന്നാൾ. പെരുന്നാൾ നമസ്കാരം സ്വീകാര്യമാകാൻ പെരുന്നാൾ പ്രഭാഷണം വേണമെന്ന വ്യവസ്ഥയില്ല എന്ന് ദുബായ് മതകാര്യ വകുപ്പ് വ്യക്തമാക്കി. നമസ്കാരം മാത്രം നിർവഹിച്ച് പിരിഞ്ഞു പോയാലും പെരുന്നാൾ പ്രാർത്ഥനയുടെ പുണ്യം കിട്ടുമെന്നതിൽ പൂർവ്വകാല പണ്ഡിതർ യോജിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ സുരക്ഷയാണ് മതത്തിന്റെ കാതലായ വശമെന്നും മതകാര്യ വകുപ്പിലെ പണ്ഡിതർ. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ ഉണ്ടാവില്ല. സൗദിയിൽ 24 മണിക്കൂർ കർഫ്യൂ പ്രാബല്യത്തിൽ വന്നു. എന്നാൽ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത ബക്കാലയിൽ പോകുന്നതിന് ജനങ്ങൾക്ക് തവക്കൽക്കന ആപ്പ് വഴി അനുവാദം ലഭിക്കും. ഒരാൾക്ക് ഒരു ദിവസം പരമാവധി 1 മണിക്കൂറും ആഴ്ചയിൽ 4 മണിക്കൂറും പുറത്തിറങ്ങുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതാണ്. സൗദിയിലെ നാടുകടത്തൽ കഴിഞ്ഞിരുന്ന 30 മലയാളികൾ അടക്കമുള്ള 210 ഇന്ത്യക്കാരെ റിയാദിൽ നിന്നും ഹൈദരാബാദിലേക്ക് എത്തിച്ചു. ജനുവരി മുതൽ തൊഴിൽ താമസ ലംഘനത്തിന് പിടിയിലായ ഇവർക്ക് സൗദി സർക്കാരാണ് ഇന്ത്യയിലേക്ക് ടിക്കറ്റ് നൽകിയത്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയ വിവിധ രാജ്യക്കാരായ 2058 പ്രവാസികളെ കുവൈറ്റിൽ നിന്നും കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അതത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചതായി കുവൈറ്റ് സർക്കാർ. 500-ലേറെ ഇന്ത്യക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം 12,000-ത്തിലധികം ഇന്ത്യക്കാരാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് തിരിച്ചു പോകുവാനായി കാത്തിരിക്കുന്നത്. ഒമാനിൽ 424 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ 6794 അസുഖം സുഖപ്പെട്ടവരുടെ എണ്ണം 1821 നിന്നും തുടരുകയാണ്. ചികിത്സയിലിരുന്ന 2 മലയാളികളടക്കം 34 പേർ ഇതുവരെ മരണപ്പെട്ടു. ബഹ്റൈനിൽ 154 തടവുകാർക്ക് ബഹ്റൈൻ രാജാവ് മാപ്പ് നൽകി. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചാണ് മാപ്പ് നൽകിയത്. വിവിധ രാജ്യക്കാരായ ഇവർ ഉടൻ മോചിതരാകും. ഖത്തറിൽ കോവിഡ് അപകട സാധ്യത തിരിച്ചറിയുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ ചാരനിറം കാണുന്നവർ വീടിന് പുറത്തിറങ്ങരുത് എന്ന് ആഭ്യന്തര മന്ത്രാലയം. വീടിന് പുറത്തിറങ്ങണമെങ്കിൽ ഫോണിൽ നിർബന്ധമായും ആപ്പ് ഉണ്ടായിരിക്കണമെന്ന ഉത്തരവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നവരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടാണ് ഖത്തർ സ്വന്തമായി ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. മെയ് 30-ന് ശേഷം കുവൈറ്റിലെ ഷോപ്പിംഗ് മാളുകൾ ഭാഗികമായി തുറക്കും. ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിയും ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുമായിരിക്കും മാളുകൾ തുറക്കുക. രാജ്യത്തെ പ്രധാനപ്പെട്ട മാളുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയതായി സർക്കാർ വൃത്തങ്ങൾ.
അബുദാബിയിലെ കോവിഡ് സന്നദ്ധ സേവകനായ റാഷിദ് ഖയറിന് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആലിംഗനം വാഗ്ദാനം ചെയ്തു. അബുദാബി എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന റാഷിദ് കോവിഡ് പ്രതിസന്ധിയിൽ അബുദാബി പോലീസിന്റെ ലേബർ ക്യാമ്പുകളിൽ ചെന്ന് തൊഴിലാളികളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നുമുണ്ട്. സന്നദ്ധ പ്രവർത്തകരുമായുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ ഓൺലൈൻ മീറ്റിംഗിൽ തന്റെ അനുഭവങ്ങൾ റാഷിദ് പങ്കുവച്ചു. ഇതിനുശേഷമാണ് പ്രതിസന്ധികളെല്ലാം അവസാനിച്ച ശേഷം നേരിൽ കാണാമെന്നും ആലിംഗനം ചെയ്യാമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഉറപ്പു നൽകിയത്. കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തെ പ്രകൃതിവാതക ഉൽപാദനം കുറയ്ക്കില്ല എന്ന് ഖത്തർ. ഉൽപാദനം കുറയ്ക്കാത്തത് രാജ്യത്തെ നിലവിലെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും വിശ്വസ്തതയും പരിഗണിച്ചാണ് എന്നും ഖത്തർ ഊർജ്ജ മന്ത്രി. സൗദിയിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു. കോഴിക്കോട് മണ്ണൂർ സ്വദേശി അബ്ദുൾ അസീസാണ് മരിച്ചത്. ഇതോടെ സൗദിയിൽ കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 17ആയി. ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്ക് മെയ് 26-ന് വിമാന സർവീസ് ഉണ്ടാകുമെന്ന് ബഹ്റൈൻ ഇന്ത്യൻ എംബസി. ഇതിനുള്ള ടിക്കറ്റുകൾ നൽകി തുടങ്ങിയിട്ടുമുണ്ട്. കോഴിക്കോട്ടേക്കാണ് സർവീസ്. കുവൈറ്റിൽ രാജ്യത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രാ വിമാനങ്ങൾ പുനരാരംഭിക്കുമെന്ന് സൂചന. പെരുന്നാൾ കഴിഞ്ഞാൽ സർവീസ് ആരംഭിച്ച് പിന്നീട് സാധാരണ നിലയിലാക്കുവാനാണ് നീക്കം. കുവൈറ്റിലുള്ള വിവിധ രാജ്യക്കാർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോകുവാൻ ഈ നീക്കം ഏറെ സഹായകരമാകും. ഖത്തറിൽ കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുയിടങ്ങളിൽ ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല എന്ന് മുനിസിപ്പൽ അധികൃതർ. പെരുന്നാൾ അവധി ദിനങ്ങളിൽ രാജ്യത്തെ ബീച്ചുകളിലും പാർക്കുകളിലും ആളുകൾ കൂട്ടം കൂടുന്നത് പരിശോധിക്കും. പൊതുസ്ഥലങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതും ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ. അബുദാബിയിലെ ഈദുൽ ഫിത്തർ അവധി ദിനങ്ങളിൽ വാഹന പാർക്കിംഗ് സൗജന്യമായിരിക്കും. എന്നാൽ മവാക്കിഫ് ചട്ടങ്ങൾ പാലിക്കണമെന്നും നിരോധിത പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നും ഗതാഗതം തടസ്സപ്പെടുത്തരുതെന്നും അധികൃതർ. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1830 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 2 പേർ കൂടി മരണത്തിന് കീഴടങ്ങി. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം 19ആയി. ദ്രുതഗതിയിൽ കോവിഡ് പരിശോധിക്കാവുന്ന പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ സൊല്യൂഷൻ കുവൈറ്റ് മെഡിക്കൽ സംഘം നിർമ്മിച്ചതായി ആരോഗ്യവകുപ്പ്. പൂർണ്ണമായി കുവൈറ്റിൽ രൂപപ്പെടുത്തിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് PCR സൊല്യൂഷൻ നിർമ്മാണം. ദുബായിൽ കോവിഡ് ബോധവൽക്കരണത്തിന് വോളണ്ടിയർമാരാകാൻ വിദേശികൾ അടക്കമുള്ളവർക്ക് അവസരം. ദുബായ് പോലീസ് ബൈക്കർ സംഘത്തിൽ ചേരാൻ സന്നദ്ധത അറിയിച്ച് ഇതിനകം 21 രാജ്യങ്ങളിൽ നിന്നുള്ള 5300 അപേക്ഷകൾ ലഭിച്ചതായി അധികൃതർ. കോവിഡ് മുൻകരുതലുകളെക്കുറിച്ച് തൊഴിലാളികൾക്കും മറ്റ് ബോധവൽക്കരണം നൽകുവാനാണ് ഇവരെ വിനിയോഗിക്കുക. കോവിഡ് പശ്ചാത്തലത്തിൽ ഖത്തറിൽ നടപ്പാക്കുന്ന ഇത്രാസ് മൊബൈൽ ആപ്ലിക്കേഷൻ പൊതുജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നില്ല എന്ന് ഖത്തർ പൊതുജനാരോഗ്യ വിഭാഗം മേധാവി. രോഗബാധിതരുടെ സഞ്ചാരപാതകൾ മനസ്സിലാക്കാനാണ് ഈ ആപ്ലിക്കേഷൻ സംവിധാനം പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നും ബിൻ ഹമദ് അൽ താനി. കോവിഡ് അനന്തര കാലത്തിനു വേണ്ടി ലോകത്തെ ഭരണകൂടങ്ങളും സർക്കാർ സ്വകാര്യ സംരംഭങ്ങളും തയ്യാറെടുക്കുകയാണ് എന്നും യുവജനങ്ങൾ ഈ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി സ്വയം നവീകരണത്തിന് സന്നദ്ധമാകണമെന്നും ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി. ദുബായിൽ കോവിഡ് നിയമലംഘകരെ കണ്ടെത്താൻ 500 പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിച്ചതായി പോലീസ്.
റഡാറുകളും ക്യാമറകളുമുള്ള ഹൈടെക് വാഹനങ്ങളിലാണ് പട്രോളിംഗ്. നിയമലംഘനങ്ങൾക്ക് പിഴയടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. ഒമാനിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നിരീക്ഷണം കൂടുതൽ ഊർജിതമാക്കുവാനും നടപടികൾ കർശനമാക്കുവാനും തീരുമാനം. പൊതുസ്ഥലങ്ങളിലും വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളിലും മാസ്ക് ധരിച്ചില്ല എങ്കിൽ 20 റിയാൽ പിഴ ചുമത്തും. വിവാഹ വിരുന്നുകൾ അടക്കമുള്ള ഒത്തുചേരലുകൾ സംഘടിപ്പിക്കുന്നവർക്ക് 1500 റിയാലും പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും 100 റിയാലും പിഴ ചുമത്തും. നിയമലംഘകർക്ക് പിഴയ്ക്ക് പുറമെ മറ്റ് നിയമ നടപടികളും ഉണ്ടാകുമെന്ന് അധികൃതർ. യുഎഇയിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് അധികൃതർ അനുമതി നൽകി. മെയ് 26 മുതൽ 30 വരെയാണ് പരീക്ഷ. ഗൾഫ് നാടുകളിൽ യുഎഇയിൽ മാത്രമാണ് കേരള സിലബസിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നത്. ഇരു വിഭാഗങ്ങളിലുമായി 1584 പേർ പരീക്ഷ എഴുതും. കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 19,564 ഇന്നലെ മാത്രം 9 പേരാണ് രാജ്യത്ത് മരണപ്പെട്ടത്. ഇതോടെ മരണസംഖ്യ 138 ഉയർന്നു. ഷാർജയിലെ ഭക്ഷ്യസ്ഥാപനങ്ങളിലടക്കം മുനിസിപ്പാലിറ്റി പരിശോധന ആരംഭിച്ചു. ഹെയർ ഡ്രസ്സിംഗ് സലൂണുകൾ, ബ്യൂട്ടി സെന്ററുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, പാർപ്പിട വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് ഇന്ന് 5 വിമാനങ്ങൾ സർവീസ് നടത്തും. 1000-ലേറെ പേരാണ് ഇന്ന് നാട്ടിലെത്തുക. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും ഇന്ന് സർവീസ് നടത്തുന്നുണ്ട്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ദുബായിലെ നിർമ്മാണ മേഖലകളിലും തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളും അണുനശീകരണവും ഊർജിതമാക്കി. തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന് അധികൃതർ. വാഹനങ്ങളിലും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തണം. കോവിഡ്-19 വൈറസ് സ്ഥിരീകരിച്ചവരെയും ഇവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരെയും യുഎഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം കർശന ഹോം ക്വാറന്റൈൻ നിർദ്ദേശിച്ചു. ഇത് ലംഘിക്കുന്നവർക്ക് 50,000 ദിർഹം പിഴ ഈടാക്കും. ഇത്തരത്തിലുള്ള രണ്ടാമത്തെ ലംഘനത്തിനുള്ള പിഴ 1,00,000 ദിർഹമായി ഉയർത്തും. അല്ലെങ്കിൽ 6 മാസം വരെ ജയിൽ ശിക്ഷയും ചുമത്തും. കറാച്ചി വിമാനാപകടത്തിൽ മരണം 97. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 91 യാത്രക്കാരും 8 ജീവനക്കാരുമടക്കം 99 പേർ. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ യാത്രാ വിമാനമാണ് കറാച്ചി ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണത്. അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ സാൻഡേഴ്സ് യൂണിറ്റി ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ചു. ടാസ്ക് ഫോഴ്സ് ഇടം പിടിച്ചത് 6 ഇന്ത്യൻ വംശജർ. ഹെൽത്ത് കെയർ ടാസ്ക് ഫോഴ്സ് സഹ അധ്യക്ഷരായി തെരഞ്ഞെടുത്തത് സിയാറ്റിൽ നിന്നുള്ള കോൺഗ്രസ് വനിത പ്രമീള ജയപാൽ, മുൻ ജനറൽ വിവേക് മൂർത്തി എന്നിവരെ. കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തകരായ ബോസ്റ്റണിലെ 26-കാരി വർഷിണി പ്രകാശാണ് സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. ഗുരുഗ്രാമിൽ നിന്ന് ബീഹാർ വരെ 1200 കിലോമീറ്ററോളം അച്ഛനെ പിന്നിലിരുത്തി സൈക്കിൾ ഓടിച്ച പെൺകുട്ടിയെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാൻക ട്രംപ്. ട്വിറ്ററിലൂടെയാണ് ഇവാൻക 15-കാരിയായ ജ്യോതികുമാരിക്ക് അഭിനന്ദനം അറിയിച്ചത്. ഡൽഹി ഹരിയാന അതിർത്തിയായ ഗുരുഗ്രാമിൽ നിന്നാണ് വയ്യാത്ത അച്ഛനെയും പിന്നിലിരുത്തി ജ്യോതി സൈക്കിൾ ചവിട്ടി സ്വന്തം നാടായി ബീഹാറിലേക്ക് എത്തിയത്. സൂം ചാറ്റിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ മകൻ പിതാവിനെ കൊലപ്പെടുത്തി. 20 പേർ നോക്കി നിൽക്കെയാണ് പിന്നിലൂടെ എത്തി മകൻ പിതാവിനെ കുത്തിക്കൊന്നത്. യുഎസിലെ ന്യൂയോർക്കിൽ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. 72-കാരനായ ഡ്വേറ്റ് പവർ എന്നയാളാണ് കൊല്ലപ്പെട്ടത്.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രസിഡന്റ് റുവൻ റിവലിനും വധഭീഷണി ഉയർത്തിയ 2 ഇസ്രായേൽ സ്വദേശികൾ പിടിയിൽ. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു. ഇസ്രായേൽ പൗരത്വം ലഭിക്കാൻ ഇയാൾ പ്രസിഡന്റിന് അയച്ച സന്ദേശങ്ങൾക്ക് മറുപടി ലഭിക്കാത്തതിൽ ക്ഷുഭിതനായാണ് ഭീഷണി മുഴക്കിയത്. കോവിഡ് പ്രതിരോധത്തിന് വികസിപ്പിക്കുന്ന വാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമെന്ന് ചൈന. Ad5 വാക്സിൻ പരീക്ഷണത്തിന് വിധേയമായവർ അതിവേഗം പ്രതിരോധശേഷി കൈവരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. 108 പേരിലാണ് പ്രഥമ പരീക്ഷണം നടത്തിയത്. ഇതിൽ ഭൂരിപക്ഷം പേരും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തുവെന്ന് പ്രമുഖ ആരോഗ്യ പ്രസിദ്ധീകരണമായ ദി ലാൻസെറ്റ് റിപ്പോർട്ട്. കോവിഡ് ഭീഷണി അവസാനിച്ചാലും ഫേസ്ബുക്കിൽ 50% ജീവനക്കാർ വിദൂരത്തിരുന്ന് ജോലി ചെയ്യുന്ന സമ്പ്രദായം തുടരുമെന്ന് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സുക്കർബർഗ്. 50,000 ജീവനക്കാരുള്ള കമ്പനിയിൽ 25,000 പേർ മാത്രം ഓഫീസിൽ വന്നാൽ മതിയാകും. 10 വർഷത്തിനകം ഇത് പൂർത്തിയാക്കാനാണ് പദ്ധതി. ലോകത്ത് കൊറോണ മരണം 3,39,000 കടന്നു. രോഗബാധിതരുടെ എണ്ണം 53 ലക്ഷം കവിഞ്ഞു. അമേരിക്കയിൽ മരണം 1 ലക്ഷത്തിനോടടുത്ത്. 24 മണിക്കൂറിനിടെ 1281 മരണം. ബ്രസീലിൽ ഒറ്റ ദിവസം മരിച്ചത് 966 പേർ. സ്പെയിനിൽ 688 മരണം. ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 100 കവിഞ്ഞു. നേപ്പാളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നു. പുതിയതായി 32 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 548 ആയതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം. ഇൻസ്റ്റഗ്രാമിലേതിന് സമാനമായി അക്കൗണ്ട് ലോക്ക് ചെയ്യുവാനുള്ള ഓപ്ഷനുമായി ഫേസ്ബുക്ക്. പ്രൊഫൈൽ ലോക്ക് എന്ന പുതിയ ഓപ്ഷൻ വഴി അക്കൗണ്ടുകളിലെ എല്ലാ പോസ്റ്റുകളും ടൈംലൈൻ ചിത്രങ്ങളും ഇനി ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. പ്രൊഫൈൽ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ മുൻപ് പിക്ചർ ഗാർഡ് സംവിധാനം അവതരിപ്പിച്ചതിന് പിന്നാലെയാണിത്. പ്രൊഫൈലിൽ പേരിന് താഴെയുള്ള മോർ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈലിൽ ലോക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാകും. അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവർക്ക് ആദരസൂചകമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ ഭരണകേന്ദ്രങ്ങളിലും സ്മാരകങ്ങളിലും 3 ദിവസം പതാക പകുതി താഴ്ത്തിവെക്കും. രാജ്യത്ത് കോവിഡ് മരണം 1 ലക്ഷത്തോട് അടുക്കുന്ന സാഹചര്യത്തിലാണ് ഡെമോക്രാറ്റിക് നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് തന്റെ നടപടിയെന്ന് ട്രംപ്. കോവിഡ് വ്യാപനം തുടങ്ങിയ സമയത്ത് അമേരിക്ക സാമൂഹിക അകലമടക്കമുള്ള മാർഗങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ 36,000 ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചേനെയെന്ന് പഠനം. കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ മെയിൻമാൻ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണത്തിലാണ് ഇക്കാര്യം നിരീക്ഷിച്ചത്. മാർച്ചിലെ ആദ്യ ആഴ്ചയിൽ കോവിഡ് വൈറസ് ബാധ ഒരു ഭീഷണിയായി അമേരിക്ക കണ്ടില്ല. മാർച്ച് 8-ന് രോഗനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ സ്ഥിതിഗതികളും രോഗത്തിന്റെ വ്യാപ്തിയും ഇത്രമാത്രം ഉണ്ടാവില്ല എന്നും പഠനം. കോവിഡ് 2ാം ഘട്ട വ്യാപനമുണ്ടായാൽ രാജ്യം അടച്ചുപൂട്ടുന്ന പ്രശ്നമില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മിഷിഗണിൽ ഫോർഡ് ഫാക്ടറി സന്ദർശിക്കവേ റിപ്പോർട്ടർമാരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ട്രംപ്. സ്ഥിരം ലോക്ക്ഡൌൺ ഒരു നയമല്ല എന്നും ജനങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ പ്രവർത്തനക്ഷമമായ സമ്പദ് വ്യവസ്ഥയാണ് ആവശ്യമെന്നും ഡൊണാൾഡ് ട്രംപ്. ലോക്ക്ഡൌൺ അവസാനിക്കുന്നതിനും ബിസിനസ് പുനരാരംഭിക്കുന്നതിനും അമേരിക്കയിൽ നടപടി സ്വീകരിച്ചു തുടങ്ങി. നാലു ദിവസത്തിനുള്ളിൽ കോവിഡ് ഭേദമാക്കുന്ന മരുന്ന് സംയുക്തം നിർമ്മിച്ചതായി ബംഗ്ലാദേശിലെ ആരോഗ്യ വിദഗ്ധരുടെ അവകാശവാദം. പാർശ്വഫലങ്ങളില്ലാതെ ആന്റി പാരസൈറ്റ് മരുന്നിന്റെയും ആന്റിബയോട്ടിക്കിന്റെയും സംയുക്തം കോവിഡ് ഭേദമാക്കാൻ സഹായിക്കുമെന്ന് ബംഗ്ലാദേശ്. 4 ദിവസത്തിനുള്ളിൽ രോഗികളിലെ വൈറസ് ബാധ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമെന്ന് അവകാശവാദം. കോവിഡിനെതിരെയുള്ള വാക്സിൻ പരീക്ഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. വാക്സിൻ കുത്തിവയ്പ് 1000 പേരിൽ പൂർത്തിയായതോടെ ഏപ്രിൽ മുതൽ ആരംഭിച്ച പരീക്ഷണം 2ാം ഘട്ടത്തിലേക്ക്. ക്ലിനിക്കൽ പഠനങ്ങൾ നന്നായി പുരോഗമിക്കുന്നു. പ്രായമായവരിൽ വാക്സിൻ പ്രതിരോധ പ്രതികരണം എത്രമാത്രം ഫലപ്രദമാകുന്നുവെന്ന് പരിശോധിക്കാനായി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഓക്സ്ഫോർഡ് വാക്സിൻ ഗ്രൂപ്പ് മേധാവി.
ജമാൽ ഖഷോഗി വധക്കേസിലെ പ്രതികൾക്ക് ഖഷോഗിയുടെ കുടുംബം മാപ്പ് നൽകി. പിതാവിനെ വധിച്ചവർക്ക് മാപ്പ് നൽകുന്നുവെന്നും മാപ്പ് നൽകുന്നവർക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നും മകൻ ട്വിറ്ററിൽ. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ 60 മാമത്തുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഫെലിക്സ് ഏഞ്ചൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന പ്രദേശത്തു നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആന്ത്രപ്പോളജി ആൻഡ് ഹിസ്റ്ററിയിലെ പുരാവസ്തു ഗവേഷകരാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വാഷിംഗ്ടണിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ മോഷ്ടിച്ച വിവരങ്ങൾ ആൾമാറാട്ടക്കാർ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ട്. കോടിക്കണക്കിന് ഡോളറിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനാണ് ഇവ ഉപയോഗിച്ചത്. കൊറോണ കാലത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മയ്ക്കിടെ നടന്ന തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് എന്ന് അധികൃതർ. തട്ടിയെടുത്ത തുക തിരികെ പിടിച്ചെടുക്കുവാനുള്ള നടപടികളും തുടരും. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനം KKR ജിയോ പ്ലാറ്റ്ഫോമിൽ നിക്ഷേപം നടത്തുന്നു. 11,367 കോടി രൂപ നിക്ഷേപിക്കുന്നതിലൂടെ 2.32% ഓഹരി KKR സ്വന്തമാക്കും. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസി സർവ്വ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.